ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഡീമർജറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇൻകം ടാക്സിനകത്ത് ബിസിനസ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതിനകത്ത് അമാൽഗമേഷൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞാൽ ഡീമർജർ എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഡീമർജറിനകത്തും അമാൽഗമേഷനിൽ പഠിച്ചതുപോലെ തന്നെ ഡീമർജറിനകത്ത് 3 കാറ്റഗറിയാണ്. എന്തായിരുന്നു? ഡീമർജർ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഡീമർജേർഡ് കമ്പനി. അത് സ്ഥിരമായിട്ട് പ്രോബ്ലം ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് നമ്മൾ ആ പ്രോബ്ലം കൂടെ തന്നെ ചെയ്ത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡീമർജറും ഡീമർജേർഡ് കമ്പനിയും തമ്മിലുള്ള ടാക്സ് എഫക്ട്സ്, കൂടാതെ ഡീമർജറും റിസൾട്ടിംഗ് കമ്പനിയും തമ്മിലുള്ള ടാക്സ് എഫക്ട്. അമാൽഗമേഷൻ നല്ലപോലെ അറിയാമെങ്കിൽ ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകാം. പറയട്ടെ, നോക്കി. ഡീമർജർ ആൻഡ് ഡീമർജേർഡ് കമ്പനി. Section 47(6)(b), any transfer in a demerger of a capital asset by the demerged company to the resulting company is not treated as transfer provided the resulting company is an Indian company. ദാറ്റ് മീൻസ് ഡീമർജറിന്റെ സമയത്ത് ഡീമർജേർഡ് കമ്പനി റിസൾട്ടിംഗ് കമ്പനിക്ക് കൊടുക്കുന്നതിനെ നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് ദ റിസൾട്ടിംഗ് കമ്പനി ഈസ് ആൻ ഇന്ത്യൻ കമ്പനി. പുതിയ കമ്പനി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. മനസ്സിലായി? ആൻഡ് ദ സെക്കൻഡ് വൺ, ആസ് പെർ സെക്ഷൻ 47(6)(c), any transfer in a demerger of a capital asset being shares held in an Indian company by the demerged foreign company to the resulting foreign company is not to be treated as transfer provided. നമ്മൾ അമാൽഗമേഷനകത്ത് 2 കാര്യം പറഞ്ഞായിരുന്നു അല്ലെ. 2 ഫോറിൻ കമ്പനീസ്, ഓക്കെ, അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ആണെങ്കിലോ അല്ലെങ്കിൽ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫോറിൻ കമ്പനിയുടെ ഷെയർ ആണെങ്കിലോ അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഏത് കമ്പനിയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഷെയർ ആണെങ്കിൽ ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ആണെങ്കിലോ അവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അതിനെ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അമാൽഗമേഷനകത്ത് പഠിച്ച ഓർമ്മയില്ലേ? വൺസ് അഗൈൻ, 2 ഫോറിൻ കമ്പനീസ് ആണ്, അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനിയുടെ ഷെയർസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിലോ അല്ലെങ്കിൽ 2 ഫോറിൻ കമ്പനീസ് ആണ്, അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫോറിൻ കമ്പനിയുടെ ഷെയർസ് തന്നെയാണ്. പക്ഷേ ആ ഫോറിൻ കമ്പനിയുടെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഏതിൻ്റെ കമ്പനിയുടെ അല്ലെങ്കിൽ ഏത് ഷെയറിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ത്യൻ കമ്പനിയുടെ ഷെയറിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. ഒരു 75% എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇവിടെ 25% നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ കണ്ടീഷൻസിനകത്ത് ചെറിയൊരു വ്യത്യാസം പറയുന്നുണ്ട്. നോക്കി, ദ ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് നോട്ട് ലെസ് ദാൻ 3/4 in value, that means 75% in value of the shares of the demerged foreign company continue to remain the shareholders of the resulting foreign company. നിങ്ങൾ അത് കമ്പയർ ചെയ്ത് പഠിക്കണേ. അമാൽഗമേഷനകത്ത് പറഞ്ഞ ഈ 2 സെക്ഷൻസും ഡീമർജറിനകത്ത് പറഞ്ഞ ഈ 2 സെക്ഷൻസും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഇവിടെ പറയുന്നത് ബേസിക് അമാൽഗമേഷൻ പറഞ്ഞതുപോലെ 75% in value ആണ്. മനസ്സിലായി? ആൻഡ് ദ സെക്കൻഡ് വൺ, സച്ച് എ ട്രാൻസ്ഫർ ഡസ് നോട്ട് അട്രാക്ട് ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദ കൺട്രി ഇൻ വിച്ച് ദ ഡീമർജേർഡ് ഫോറിൻ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ്. ഡീമർജേർഡ് ഫോറിൻ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത രാജ്യത്ത് അതിന് ടാക്സ് എഫക്ട് ഉണ്ടാവാനും പാടില്ല. സിറ്റുവേഷൻ മനസ്സിലായി? അത് അമാൽഗമേഷനുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാലേ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുള്ളൂ, ഓർത്ത് നിൽക്കുള്ളൂ. സോ അവിടെ പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ കണ്ടീഷൻസിനകത്ത് ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രം. ഇവിടെ പറഞ്ഞ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? 75% വാല്യൂ ഷെയർ ഹോൾഡേഴ്സ് സെയിം ആയിരിക്കണം, കൂടാതെ ഡീമർജേർഡ് ഫോറിൻ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രാജ്യത്ത് ഇതിന് ടാക്സ് എഫക്ട് ഉണ്ടാവാനും പാടില്ല. മനസ്സിലായി? അതാണ് 2 കാര്യങ്ങൾ. അതായത് ഏത് പ്രകാരം? 47(6)(c)യും 6(c)(c)യും പ്രകാരം നമ്മളോട് പറയണേ. And the next one, written down value of depreciable assets in hands of demerged company. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഡീമർജേർഡ് കമ്പനിയാണ് അല്ലേ, ഇതിനകത്ത് ഒരു സെർട്ടൻ അണ്ടർടേക്കിങ്സ് ആണ് അവർ എടുത്തുകൊണ്ട് പോണേ. ഈ ടാക്സിൻ്റെ അകത്ത് ഒരു പ്രശ്നമുണ്ട്. ഓരോ സിംഗിൾ വാല്യൂവിനല്ല നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണേ. നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെല്ലാം ഒരു ബ്ലോക്ക് ഓഫ് അസറ്റിനാണ്. സോ ഈ പോയിരിക്കുന്ന അണ്ടർടേക്കിങ്ങിനകത്ത് ഈ ബ്ലോക്ക് ഓഫ് അസറ്റിൽ പെടുന്ന ഒരു അസറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ മനസ്സിലായോ? എങ്ങനെയായിരുന്നു? ഡീമർജേർഡ് കമ്പനിക്കകത്ത് ഒരു ബ്ലോക്ക് ഓഫ് അസറ്റ് ഉണ്ടായിരുന്നു. ഈ ഡീമർജേർഡ് കമ്പനിയിൽ നിന്ന് അസറ്റ് എടുത്തുകൊണ്ട് പോയിട്ടാണ് റിസൾട്ടിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ. ഈ എടുത്തുകൊണ്ട് പോകുന്ന അസറ്റിന്റെ കൂട്ടത്തിൽ ഏതുണ്ടായിരുന്നു? ഈ ബ്ലോക്കിനകത്ത് ഉള്ള ഒരു അസറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ അസറ്റ് പോയോ? സോ ഇവിടെ ഈ ഡീമർജേർഡ് കമ്പനി പുതിയ റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. സോ നോക്കി, where in any previous year any asset forming part of a block of assets is transferred by a demerged company to the resulting company, then the return down value of the block of assets of the demerged company for the immediately preceding previous year shall be reduced by return down value of the assets transferred to the resulting company pursuant to the merger. മനസ്സിലായി? എത്രയാണോ അസറ്റിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ, എടുത്തുകൊണ്ട് പോയിരിക്കുന്ന അസറ്റിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയാണോ അത് ആ ബ്ലോക്കിൽ നിന്നങ്ങ് മൈനസ് ചെയ്യും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി? അതായത് പഴയ കമ്പനി ഡീമർജേർഡ് കമ്പനിയിൽ ABCD എന്ന് പറഞ്ഞ 4 അസറ്റ് ഉണ്ടായിരുന്നു. ഈ 4 അസറ്റിനകത്ത് C എന്ന് പറയുന്ന അസറ്റ് ഈ പറയുന്ന പോയ അണ്ടർടേക്കിങ്ങിന്റെ കൂടെ അങ്ങ് പോയി.
സോ ഇവിടെ ഈ ബ്ലോക്കിന്റെ ABCD എന്ന് പറയുന്ന 4 അസറ്റ് ചേർന്നിട്ടുള്ള ബ്ലോക്കിന്റെ പുതിയ റിട്ടേൺ ഡൗൺ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ആ പോയ C എന്ന് പറയുന്ന അസറ്റിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ മൈനസ് ചെയ്യും. മനസ്സിലായി? ഇത്രയും കാര്യങ്ങളാണ് ഏതുമായിട്ടും ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത്. ഈ ഡീമർജറും ഡീമർജേർഡ് കമ്പനിയും തമ്മിൽ ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത്. നോർമൽ കേസിനകത്ത് പറഞ്ഞു ഇതിനൊരു ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, 2 കേസുകൾ ഫോറിൻ കമ്പനിയുടെ ഭാഗമായിട്ട് പറഞ്ഞു. ആൻഡ് ദ ഫോർത്ത് വൺ, ഈ ബ്ലോക്ക് ഓഫ് അസറ്റിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ആ ബ്ലോക്ക് ഓഫ് അസറ്റിൽ നിന്ന് ഏതങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി, റിട്ടേൺ ഡൗൺ വാല്യൂ അങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ആൻഡ് ദ ലാസ്റ്റ് വൺ, ആക്ച്വൽ കോസ്റ്റ് ഡീമർജർ ആൻഡ് റിസൾട്ടിംഗ് കമ്പനി. ഡീമർജർ ആൻഡ് റിസൾട്ടിംഗ് കമ്പനി അവിടെ അമാൽഗമേറ്റഡ് കമ്പനി ആയിട്ട് പറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെയാണ്. ഇവിടെ റിസൾട്ടിംഗ് കമ്പനിക്ക് ഈ അസറ്റ് കിട്ടുന്ന നേരത്ത് റിസൾട്ടിംഗ് കമ്പനി ഒരു കാരണവശാലും അതിനൊരു ടാക്സ് ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഭാവിയിൽ ഈ ഡീമർജേർഡ് കമ്പനിയിൽ നിന്ന് വന്നിരിക്കുന്ന അസറ്റുകൾ സെയിൽ ചെയ്യുന്ന നേരത്ത് ഈ പറയുന്ന പോലെ കോസ്റ്റ് ഓഫ് അക്വിസിഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രശ്നമായിട്ട് വരും അല്ലേ. സോ അതിനെന്ത് ചെയ്യാം? സോ നോക്കിയേ, ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ്സ് ഓഫ് ദ റിസൾട്ടിംഗ് കമ്പനി that means where in a demerger any capital asset is transferred by a demerged company to the resulting company and the resulting company is an Indian company, the actual cost of the transferred capital asset to the resulting company shall be taken to be the same it would have been if the demerged company had continued to hold the capital asset for the purpose of its own business. അതായത് ഡീമർജേർഡ് കമ്പനി അത് അവരുടെ ബിസിനസ്സിന് വേണ്ടി തന്നെ നിലനിർത്ത് എടുത്തു വെക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണോ ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ ഏതുപോലെ തന്നെ ആ ഡീമർജേർഡ് കമ്പനിയുടെ ആക്ച്വൽ കോസ്റ്റ് എത്രയാണോ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് പുറകെ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. മനസ്സിലായോ? ആൻഡ് however such actual cost shall not exceed the return on value of such a capital asset in the hands of demerged company. ആ പറയുന്ന ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് സച്ച് ആക്ച്വൽ കോസ്റ്റ് ഷാൾ നോട്ട് എക്സീഡ് ഏതിനേക്കാൾ കൂടുതൽ പോകാൻ പാടില്ല റിട്ടേൺ ഓൺ വാല്യൂ ഓഫ് സച്ച് ക്യാപിറ്റൽ അസറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഡീമർജേർഡ് കമ്പനി. മനസ്സിലായോ? അതായത് അവരുടെ റിട്ടേൺ ഓൺ വാല്യൂവിനേക്കാൾ കൂടുതൽ പോകാൻ പാടില്ല. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയേ. ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ ട്രാൻസ്ഫേർഡ് ക്യാപിറ്റൽ അസറ്റ് ടു ദ റിസൾട്ടിംഗ് കമ്പനി ഷാൾ ബി ടേക്കൺ ടു ബി ദ സെയിം എങ്ങനെയാ as it would have been if the demerged company had continued to hold the capital asset for the purpose of its own business. That means demerged company അവരുടെ പർപ്പസിന് വേണ്ടി ഇത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നെങ്കിൽ എത്രയായിരുന്നു അതിന്റെ ആക്ച്വൽ കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അതേ തന്നെ ഇവിടെ എഴുതാം. ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞ such actual cost shall not exceed the return on value of such capital assets in the hands of demerged company. ഡീമർജേർഡ് കമ്പനിയുടെ റിട്ടേൺ ഓൺ വാല്യൂവിനേക്കാൾ കൂടുതൽ പോകാൻ പാടില്ല എന്നർത്ഥം. ദാറ്റ് മീൻസ് ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആണ് ഏതിന് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്രീഷ്യബിൾ അസറ്റ്സിന് ആയതുകൊണ്ട് റിട്ടേൺ ഓൺ വാല്യൂവിനേക്കാൾ കൂടുതൽ പോകാനും പറ്റില്ല. അടുത്തത് റിട്ടേൺ ഓൺ വാല്യൂ ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് റിസൾട്ടിംഗ് കമ്പനി. നോക്കി, വേർ ഇൻ എനി പ്രീവിയസ് ഇയർ എനി അസറ്റ് ഫോമിംഗ് പാർട്ട് ഓഫ് എ ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ഇസ് ട്രാൻസ്ഫേർഡ് ബൈ എ ഡീമർജേർഡ് കമ്പനി ടു ദ റിസൾട്ടിംഗ് കമ്പനി then the return on value of the block of assets in the case of resulting company shall be the return on value of the transferred assets of the demerged company immediately before the demerger. സോ ഡിമർജേർഡ് കമ്പനി റിസൾട്ടിംഗ് കമ്പനിക്ക് കൊടുക്കുന്നത് ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആണെങ്കിൽ അവിടെ റിട്ടേൺ ഓൺ വാല്യൂ ഓഫ് റിസൾട്ടിംഗ് കമ്പനി എന്ന് പറയുന്നത് ഏത് തന്നെയായിട്ട് ട്രീറ്റ് ചെയ്യാം, നമ്മുടെ ഡിമർജേർഡ് കമ്പനിയുടെ റിട്ടേൺ ഓൺ വാല്യൂ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. മനസ്സിലായി? ആൻഡ് ദ ലാസ്റ്റ് വൺ, അലോക്കേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഇൻ ദ ഇയർ ഓഫ് ഡിമർജർ. അറിയാലോ, അമാൽഗമേഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ്. അമാൽഗമേഷനകത്ത് നമ്മൾ ഡിപ്രീസിയേഷൻ്റെ ഒരു ട്രീറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, അതേപോലെ തന്നെയാണ്. ദാറ്റ് മീൻസ് ഇൻ അഗ്രിഗേറ്റ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഡിപ്രീസിയേഷൻ അലവബിൾ ടു ദ ഡിമർജേർഡ് കമ്പനി ടു ദ റിസൾട്ടന്റ് കമ്പനി in the case of demerger shall not exceed in a previous year the deduction calculated at the prescribed rate as if the demerger had not taken place, and such deduction shall be apportioned between the demerged company and the resulting company in the ratio of number of days for which the asset were used. ചുരുക്കം പറഞ്ഞാൽ ആ ഒരു വർഷത്തെ ആ ബ്ലോക്കിന്റെ അല്ലെങ്കിൽ ആ അസറ്റിന്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക, എന്നിട്ട് നമ്പർ ഓഫ് ഡേയ്സിന്റെ അടിസ്ഥാനത്തിൽ ഡിമർജേർഡ് കമ്പനിക്കും റിസൾട്ടിംഗ് കമ്പനിക്കും അങ്ങ് ഡിവൈഡ് ചെയ്ത് അങ്ങ് കൊടുക്കുക. ചെയ്ത മനസ്സിലായി? ആൻഡ് ദ ലാസ്റ്റ് വൺ, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് സെക്ഷൻ 72A. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഡിമർജർ ദ അക്യുമുലേറ്റഡ് ബിസിനസ് ലോസ് ആൻഡ് ദ അലവൻസ് ഫോർ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഓഫ് ദ ഡിമർജേർഡ് കമ്പനി ഷാൾ വേർ such loss or unabsorbed depreciation is directly relatable to the undertaking transferred to the resulting company be allowed to be carried forward and set off in the hands of resulting company. അതായത് നമ്മളൊരു അണ്ടർടേക്കിംഗ് ആണ് എടുത്തുകൊണ്ട് പോകണേ അല്ലേ, ആ അണ്ടർടേക്കിങ്ങിനകത്ത് മാത്രമായിട്ടുണ്ടായിരിക്കുന്ന അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനോ ബിസിനസ് ലോസോ ആണെങ്കിൽ അത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യാം? റിസൾട്ടിംഗ് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വൺസ് അഗൈൻ, നമുക്കുണ്ടായിരിക്കുന്ന ലോസോ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനോ ആ റിസൾട്ടിംഗ് കമ്പനി എടുത്തുകൊണ്ട് പോയിരിക്കുന്ന സ്പെസിഫിക് അണ്ടർടേക്കിങ്ങിനകത്ത് മാത്രമായിട്ടുള്ളതാണെങ്കിൽ അത് റിസൾട്ടിംഗ് കമ്പനിക്ക് അങ്ങ് ക്യാരി ഫോർവേഡ് ചെയ്യും. ഇനി അങ്ങനെയല്ല, കോമൺ ആയിട്ട് ജനറൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ അസറ്റിന്റെ അടിസ്ഥാനത്തിൽ എടുത്തുപോയ അസറ്റിന്റെ ആ പ്രൊപ്പോർഷനിൽ നമുക്ക് അതിനെ വീതിക്കേണ്ടി വരും.
That means, okay, where such a loss or unabsorbed depreciation is not directly relatable to the undertaking. എടുത്തുകൊണ്ട് പോയ undertaking ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റബിൾ അല്ലെങ്കിൽ be apportioned between the demerged company and the resulting company in the same proportion in which the assets of the undertaking has been retained by the demerged company and transferred to the resulting company. അതായത് ആ അസറ്റിന്റെ പ്രൊപ്പോർഷനിൽ ഏതും കൂടെ ഡിവൈഡ് ചെയ്യണം, ഈ പറയുന്ന ലോസിനെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനെയും കൂടെ നമുക്ക് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിനകത്ത് പഠിക്കാനുള്ളത്, ഡീമർജർ എന്ന് പറയുന്ന സാധനത്തിനകത്ത് പഠിക്കാനുള്ളത്. ഡീമർജറിനകത്ത് സാധാരണ ചോദിക്കുന്നത് ആ പ്രോബ്ലമാണ്, അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ പഠിച്ചത് ആ ഫോറിൻ കമ്പനിയുടെ കേസ്, അത് നിങ്ങൾ വായിക്കുമ്പം അമാൽഗമേഷൻ എടുത്തു വെച്ച് അമാൽഗമേഷൻ്റെ കമ്പാരിസനുമായിട്ട് പഠിച്ചാൽ പെട്ടെന്ന് അതങ്ങ് ഓർത്ത് നിൽക്കും. ഓക്കെ, അടുത്ത വീഡിയോയിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പ്രോബ്ലം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സ്ലം സെയിലോട്ട് കാണാം. ബൈ.